ഹലോ. അപ്പം ഇന്നലത്തെ കളിയിൽ നമ്മുടെ സി എസ് കെയുടെ ടീം മുംബൈ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി വാങ്കഡെ പോയി തകർത്ത് വരികയാണ്. അപ്പം ഐ പി എല്ലിലെ വൺ ഓഫ് ദി ഒരു എൽ ക്ലാസിക്കോ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു റൈവലറി ഉള്ള രണ്ട് ടീമുകൾ മുംബൈ വേഴ്സസ് സി എസ് കെ. അപ്പം ഇന്നലത്തെ കളിയിൽ സഞ്ജു സെഞ്ചുറി അടിച്ചു. അപ്പം ആ ഒരു സെഞ്ചുറിക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഒരു സെഞ്ചുറിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ മുഴുവൻ വീഡിയോ കണ്ടു നോക്കും. പക്ഷേ അതിന് മുന്നേ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ഞാൻ പറയാം. ഇപ്പം നമ്മുടെയല്ല, അല്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരുടെ ഫേവറേറ്റ് ആയ രോഹിത് ശർമ്മ, ധോണി എന്നീ രണ്ട് അക്കൻ താരങ്ങളില്ലാത്ത മുംബൈ വേഴ്സസ് സി എസ് കെ എന്നുള്ള ഐ പി എല്ലിലെ ആദ്യത്തെ കളി. അപ്പോൾ ഇവർ കളിക്കാൻ തുടങ്ങിയ പിന്നെ മുംബൈക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയ പിന്നെ രോഹിത് ശർമ്മയും സി എസ് കെക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ധോണിയും ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നപ്പോഴൊക്കെ മുംബൈ സി എസ് കെ ഫേസ് ടു ഫേസ് വന്നപ്പോഴൊക്കെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ടീമിലുണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും ഇല്ലാത്തൊരു ആദ്യത്തെ കളി വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരു എറ കഴിയാൻ പോവുകയാണ്. ഒന്നെങ്കിൽ ധോണി ഈ ഒരു സീസണോട് കൂടി റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യും. രോഹിത് ശർമ്മയും ഇനി 1-2 സീസണുകൾ മിക്കവാറും മുംബൈയുടെ ഭാഗമായിരിക്കും. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമുക്ക് ഇന്നലത്തെ സഞ്ജുവിൻ്റെ സെഞ്ചുറി നോക്കാം. അപ്പം സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടൊരു സെഞ്ചുറി ആയിരുന്നു. കാരണം നമുക്കറിയാം പുള്ളി ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇടയ്ക്ക് മുതൽ പുള്ളി കളിക്കുന്ന ഒരു ഇന്നിങ്സ് മോസ്റ്റ്ലി ഒരു സെൻസിബിൾ ഇന്നിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സെൻസിബിൾ ഇന്നിങ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പിച്ചിൻ്റെയൊക്കെ ഒരു നേച്ചർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു സൈഡിൽ വിക്കറ്റ് പോകുമ്പോൾ പുള്ളിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. പുള്ളി ആ ഒരു ഫുള്ള് ആ ഒരു ഇന്നിങ്സ് ഫുള്ള് അവിടെ നിന്ന് ലാസ്റ്റ് ഓവർ വരെ എത്തിച്ച് ഫിനിഷ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം പുള്ളിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ പുള്ളി ആ ഒരു ഉത്തരവാദിത്തം എനിക്ക് വന്ന് വേൾഡ് കപ്പ് മുതൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കളിയിലാണെങ്കിലും ഒരു സൈഡിൽ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഒരു സൈഡിൽ വിക്കറ്റ് പോകുമ്പോഴും പുള്ളിക്ക് ഒരു ക്വിക്ക് ഫെയർ ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ടാണ് ഒരു സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വരുന്നവരെല്ലാം 20s, 15, 80s അങ്ങനെ ഒരു മോഡലിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്നല്ലെങ്കിൽ 2 ബൗണ്ടറി വരുന്നവരൊക്കെ ഓരോ ഓവറിൽ സഞ്ജുവിൻ്റെ കൂടെ നേടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സി എസ് കെ റൺ റേറ്റ് ഓൾമോസ്റ്റ് 10 തന്നെ ഹിറ്റ് ചെയ്ത് അവർ 200+ ടോട്ടൽ നേടിയത്. അപ്പം ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 6 സിക്സുകൾ ഇന്നലെ അടിച്ചു. അപ്പോൾ ഒരു ഇന്നിങ്സ് കണ്ടുകഴിഞ്ഞാൽ നമുക്കത് തോന്നത്തില്ല പുള്ളി ഇത്രയും ആക്സിലേറ്റ് ചെയ്യുന്നുണ്ടോ, ആ ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ കയറി വരുന്നത്. അപ്പോൾ അമ്മാതിരി ഒരു കളിയാണ് പുള്ളി ഇപ്പം കളിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ അത്രയും വലിയൊരു കളിയായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ആ ഒരു ഇന്നിങ്സ് തീരുമ്പോഴത്തേനാണ് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. തുരിതര 6 അടിക്കുന്നതിലോ അല്ലെങ്കിൽ തുരിതര 4 അടിക്കുന്നതിലോ അല്ല, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് വേണ്ട സമയത്ത് വേണ്ട ബോളുകളെ ബൗണ്ടറി കടത്തുന്നതിലാണ് മിടുക്കെന്നുള്ളത് പുള്ളി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വളരെ മികച്ചൊരു പ്ലെയർ എന്ന രീതിയിൽ വളരെ മികച്ചൊരു കറക്ഷനും ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സി എസ് കെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഒരു IPL സീസണിൽ 2 സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം. ആദ്യത്തെ താരം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ൻ വാട്സൺ. പുള്ളിയാണ് ഇതിന് മുന്നേ അങ്ങനെ റെക്കോർഡിനുടമ. പിന്നെ IPL സീസണിൽ 2 സെഞ്ചുറികൾ നേടുന്ന ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ സഞ്ജു എത്തിയിരിക്കുകയാണ്. അതായത് ആ ലിസ്റ്റിൽ ആരൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ഓർമ്മ വരുന്ന പേരുകൾ നമ്മുടെ കോഹ്ലി ഉണ്ടായിരുന്നു, KL രാഹുൽ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു എലൈറ്റ് ലിസ്റ്റിലേക്ക് നമ്മുടെ സഞ്ജുവും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പം ഈ IPL മത്സരം വെറും 7 മത്സരങ്ങൾ മാത്രം എത്തി നിൽക്കുക, വീണ്ടും 7 മത്സരങ്ങൾ ശേഷിക്കുക പുള്ളിക്ക് അതിൻ്റെ ലിസ്റ്റിൽ ടോപ്പാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതായത് ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഒരു താരം എന്നുള്ള ഒരു റെക്കോർഡ് IPL റെക്കോർഡ് പുള്ളിക്ക് വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് അഭിഷേക് ശർമ്മയെ സെഞ്ചുറി അടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സെഞ്ചുറിയും ഈ ഒരു സെഞ്ചുറിയും തമ്മിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഭിഷേക് ശർമ്മയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് ഒരു സൈഡിൽ നിന്ന് ക്ലാസ്സിനാണെങ്കിലും അല്ലെങ്കിൽ ട്യൂഷൻ ഇറങ്ങിയ സമയത്താണെങ്കിലും പുള്ളിക്ക് ഒരു ബ്രെത്ത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിരുന്നു ഷോട്ട് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ഫ്രീ ആയിട്ട് വരുന്ന ഏത് ബോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രശ്നമില്ലെന്ന രീതിയിലുള്ള കളിയായിരുന്നു. അപ്പം അങ്ങനെ 2 ഇന്നിങ്സ് വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്ക് റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സെൻസിബിളും ഒരു വാല്യബിൾ ഇന്നിങ്സ് എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് തന്നെയായിരിക്കും. അപ്പം എന്തായാലും ഇന്ത്യയുടെ T20യിലെ 2 ഓപ്പണേഴ്സും സെഞ്ചുറി നേടിയിരിക്കുന്നു. ഒരാൾ ഓറഞ്ച് ക്യാപ്പ്, മറ്റൊരാൾ ടോപ്പ് 3യിൽ. അപ്പം ഇവർ രണ്ടുപേരും തമ്മിലൊരു മത്സരം വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. നമുക്ക് എന്തായാലും നോക്കാം ഇതിലാരായിരിക്കും ഓറഞ്ച് ക്യാപ്പ് നേടുക എന്നുള്ളത്. അപ്പം സഞ്ജുവിന് മുന്നിൽ വളരെ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. പ്രത്യേകിച്ച് സി എസ് കെയുടെ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ല് എന്നുള്ള രീതിയിൽ സഞ്ജു ആദ്യത്തെ സീസണിൽ തന്നെ മാറിയിരിക്കുന്നു. അപ്പം മുന്നോട്ടുള്ള കളിയിലും പുള്ളിയുടെ ഒരു പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും ടീമിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ട വേറെ 2 പേരുകൾ അക്കിൽ ഹുസൈനും നൂർ അഹമ്മദും, ചെന്നൈയുടെ പവർ പ്ലേയിൽ ബോൾ ചെയ്ത ബോളേഴ്സ്. അപ്പം ഈ അക്കിൽ ഹുസൈൻ്റെ നൂർ അഹമ്മദിൻ്റെ പേര് പ്രത്യേകം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കളികൾ ഇനിയും കാണാൻ പോകുന്നേ ഉള്ളൂ. കാരണം IPL പോകെ ഒരേ ഗ്രൗണ്ടിൽ തന്നെ പല മത്സരങ്ങൾ നടന്ന് പിച്ചുകളെല്ലാം മോസ്റ്റ്ലി സ്പിന്നിനും അല്ലെങ്കിൽ സ്ലോവിനും അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വരുന്നൊരു ഇമ്പാക്റ്റ് വളരെ ചെറുതല്ല. പിന്നെ ആ സമയത്ത് തന്നെ ആയിരിക്കും സഞ്ജുവിൻ്റെ വേറൊരു ഇമ്പാക്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ്. പുള്ളിക്ക് സ്പിന്നേഴ്സിനടുത്ത് കുറച്ച് വീക്ക്നസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളി സ്പിന്നേഴ്സിനടുത്ത് ഹിറ്റ് ചെയ്യുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഫാക്ട്സ് ഒക്കെ വെച്ച് കാത്തിരുന്ന് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു കളിയാണ് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ CSK ടോപ്പ് 4 തന്നെ ഫിനിഷ് ചെയ്യും, IPL ക്വാളിഫയറിലെത്തും. നമുക്ക് എന്തായാലും കാണാം. ഇനിയുമുണ്ട് ഏറെ ദൂരം CSKക്ക് സഞ്ചരിക്കാനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.